ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. പാവയുടെ ചോറൂണാണ് ഇന്ന് കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു നേർച്ചയായിരുന്നു. മോൾക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. ഇതുവരെയായിട്ടും ആ ഒരു നേർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ണൂർ പ്രശസ്തമായ ഒരു അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട്, ചെറുകുന്നിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. അവിടെ വെച്ചിട്ടാണ് ഇന്ന് വാവയുടെ ചോറൂണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പറശ്ശിനിക്കടവ് പാലമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾ ബോട്ടൊക്കെ കാണുന്നുണ്ട്, പിന്നെ പുഴയൊക്കെ കണ്ടപ്പോൾ അവർക്ക് കാണാൻ ഒരു നല്ല വ്യൂ ആണല്ലോ. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇവിടെ വണ്ടി നിർത്തി ഇതൊക്കെ ഇങ്ങനെ കാണുവാണ് കേട്ടോ. അധിക നേരം നിന്നില്ല കേട്ടോ, നമ്മൾ വേഗം തന്നെ അമ്പലത്തിലോട്ടേക്ക് വന്നു. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറുകുന്നിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. വടക്കൻ ഐതിഹ്യമാല പ്രകാരം കാശിയിലെ അന്നപൂർണേശ്വരിയാണ് ചെറുകുന്നിൽ വന്നമർന്നത് എന്നറിയപ്പെടുന്നു. കാശിയിലെ അന്നപൂർണേശ്വരി ഭഗവാൻ മഹാദേവന് പോലും ശാപമോക്ഷം കൊടുത്ത ഭാവമാണ്. ബ്രഹ്മാവിൻ്റെ ശിരസ് നുള്ളിയെടുത്ത മഹാദേവൻ ശാപത്താൽ ഭിക്ഷാടകനായി അലഞ്ഞു തിരിഞ്ഞു അത്ര. ഈ ശാപത്തിൽ നിന്ന് ഭക്ഷണം അന്നം ഊട്ടിക്കൊണ്ട് ഭഗവാൻ മഹാദേവനെ ശാപമോക്ഷം വരുത്തിയത് കാശിയിലെ അന്നപൂർണേശ്വരിയാണ് എന്നാണ് ഐതിഹ്യം. കാശിയിൽ കുടികൊള്ളുന്ന അതേ അന്നപൂർണേശ്വരിയാണ് ചെറുകുന്നിൽ അമർന്നത് എന്നാണ് അറിയപ്പെടുന്നത്. കോലത്ത് നാട്ടിലെ രാജാവായ കോലത്തിരി രാജാവ് കടുത്ത പാർവതീ ഭക്തനായിരുന്നു അത്രേ. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കഠിനമായ ഭക്ഷ്യക്ഷാമം നേരിടുകയും പ്രജകളെല്ലാം മരണപ്പെടുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന അദ്ദേഹത്തിന് കടുത്ത മനോവിഷമം ഉണ്ടാവുകയും കാശി അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥന കേട്ട ദേവി അപ്പോൾ തന്നെ വിശ്വകർമാവിനെ വിളിച്ച് ഒരു നൗക പണിത് ചെറുകുന്നിലോട്ട് പുറപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലോട്ട് പോവാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കൃഷ്ണനെയാണ് കാണാൻ പറ്റുക. അമ്മ മാത്രമല്ല, കൃഷ്ണനും ഉണ്ട്. കൃഷ്ണനെ കണ്ട് തൊഴുതിന് ശേഷമാണ് അമ്മയുടെ അടുത്തോട്ട് പോകുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തൊഴാം. ചോറുണ്ടതിന് ശേഷം, വാവയ്ക്ക് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിലോട്ട് പോയി തൊഴാൻ പറ്റുള്ളൂ. ഈ അമ്പലത്തിൽ അടിയന്തരക്കാരനാണ് രതീശേട്ടൻ. അപ്പോൾ 2 ആഴ്ച മുന്നേ ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പന്തലഴിക്കലൊക്കെയാണ് നമ്മൾ മുറ്റത്ത് കണ്ടത്. പന്തലൊക്കെ കെട്ടി അതൊക്കെ അഴിക്കുകയാണ് അവർ. ഈ കാണുന്നത് വിഷു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പച്ചക്കറികൾ, കാരണം കണിയായിട്ട് കൊടുക്കുന്ന പച്ചക്കറികളാണ് ഈ കാണുന്നതൊക്കെ. നമ്മളിപ്പോൾ കൃഷ്ണക്ഷേത്രത്തിൻ്റെ അടുത്താണുള്ളത്. ഒരു ക്ഷേത്രത്തിൽ തന്നെ കൃഷ്ണനും ദേവിയുമാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അവിടെയാണ് നമ്മളുള്ളത്. ഇത് ഭഗവാന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ചുമരിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ ഓരോ അവതാരങ്ങളാണ്. അതാണ് ഈ ചുമരിൽ ഇങ്ങനെ വരച്ച മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ ഓരോ പരശുരാമനുണ്ട്, രാമനുണ്ട്, അങ്ങനെയുള്ള ഓരോ അവതാരങ്ങളാണ് ഇതിങ്ങനെ വരച്ചിട്ടുള്ളത്.
അങ്ങനെ നമ്മൾ ദേവിയുടെ നടക്കലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറൂണിനുള്ള സമയമായി. ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ചോറ്, ഉപ്പ്, പായസം, അതുപോലെ തന്നെ ത്രിമധുരം, ഇത് 4 കൂടി ചേർത്ത് 3 തവണയായിട്ട് വാവയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഞങ്ങൾ കരുതി അവൾ കരഞ്ഞ് ബഹളം വെക്കുന്നൊക്കെ കരുതിയത്. പക്ഷെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ട് കൊടുത്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സന്തോഷം. കാരണം ഏട്ടന്മാർ 2 പേരും ഇവിടുന്ന് തന്നെയാണ് ചോറ് കൊടുത്തത്. പക്ഷേങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ പോകുമ്പോഴേ ഞാൻ വിചാരിച്ചു ആ ചോറ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കരഞ്ഞും ബഹളം ഉണ്ടാക്കുമോ എന്ന് കരുതിയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അവൾ നല്ല കുട്ടിയായിട്ട് ചോറൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ടാണ് കൊടുക്കുക. അപ്പം അച്ഛൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാനും കൊടുത്തു. 2 ഏട്ടന്മാരും കൊടുത്തു. അതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അവളുടെ കുഞ്ഞു വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോ പ്രോബ്ലം. ഇനി ഒരു ഉറക്കം വേണമെങ്കിൽ പാറൂട്ടി ഉറങ്ങും. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് അത്രയല്ലേ വേണ്ടു. അതാകുമ്പോഴേക്ക് തന്നെ അവരുടെ വയറ് നിറയും. അപ്പോൾ അവൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളും ഹാപ്പിയായി. അങ്ങനെ ചോറ് കൊടുക്കൽ പരിപാടി കഴിഞ്ഞു. ഒരുപാട് നാളായിട്ട് വാവേനെയും കൂട്ടി വന്നിട്ട് ഈ നേർച്ച വേഗം തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സന്തോഷം. അങ്ങനെ വാവയുടെ ചോറൂണ് കഴിഞ്ഞു. അങ്ങനെ പോയ കാര്യം, അതായത് വാവയുടെ ചോറൂണ് കഴിഞ്ഞു. അന്നപൂർണേശ്വരി അമ്മയെ പ്രാർത്ഥിച്ചു, കൃഷ്ണനെയും പ്രാർത്ഥിച്ചു. മനസ്സ് നിറഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇനി കാണാനുള്ളത് ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ട് നമുക്കൊരു അമ്പലക്കുളമുണ്ട്. ഒരുപാട് വലിയൊരു കുളമാണ്. വലിയ സ്ഥലത്ത് വിശാലമായിട്ടിരിക്കുന്ന ഒരു കുളം. അപ്പോൾ അത് കാണാൻ വേണ്ടി കുട്ടികളെയും കൂട്ടി പോവാണ്. അങ്ങനെ അമ്പലക്കുളമൊക്കെ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. ഉണ്ണാൻ നിന്നിട്ടില്ല. കാരണം നമുക്ക് പോകുന്ന വഴി പറശ്ശിനിക്കടവ് അമ്പലത്തിൽ കയറേണ്ടതുണ്ട്. അവിടുന്ന് മോൾക്ക് ചോറ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് ചോറ് കൊടുക്കുന്നത് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മളിവിടുന്ന് ഉണ്ണാതെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി പറശ്ശിനിക്കടവിലെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.